അസ്സലാമു അലൈക്കും. ഇപ്പോൾ ഇന്നത്തെ ഒരു സമയത്ത് കൂടുതൽ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ടുണ്ട് ചോദിക്കുന്നത്. നമ്മളെ സഹോദരൻ അനസ് മുസ്ലിയാർ തന്നെ കുറച്ച് മുൻപ് തൗഹീദ് പ്രസംഗിക്കുന്ന അവസരങ്ങളിലും ഒക്കെ ജിന്ന് എന്ന് പറയുന്നത് അത് ഭൗതികമാണ്, അഭൗതികമല്ല എന്നും നമ്മൾ അഭൗതിക കഴിവ് എന്ന് പറയുന്നത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടികൾക്ക് ആർക്കും തന്നെ നൽകാത്ത കഴിവാണ് എന്നും അതുപോലെ തന്നെ ജിന്നിൻ്റെ പ്രവർത്തനങ്ങൾ അത് സഹായമായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദ്രവമായാലും എന്ത് തന്നെ ആയാലും അതെല്ലാം കാര്യകാരണ ബന്ധങ്ങൾക്ക് ഉള്ളിലാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല എന്നൊക്കെ 2005, 2006, 2007, 2008 ഒക്കെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയാറുണ്ട്. അതിന് അദ്ദേഹം കോട്ട് ചെയ്യുന്നത് നമ്മളെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്തൊക്കെ ഏറെ ഉണ്ടായിരുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബിൻ്റെ കൃതികളും അതേപോലെ അബ്ദുസ്സലാം സുല്ലമിയുടെ ബുഹാരിയുടെ പരിഭാഷ, അതേപോലെ ചെറിയമുണ്ട് അബ്ദുൽ ഖാദർ മൗലവിയുടെ ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ ആ ഭാഗമൊക്കെ കോട്ട് ചെയ്തിട്ടായിരുന്നു അദ്ദേഹം ഇതൊക്കെ പറയുന്നത്. അതുപോലെ വ്യത്യസ്ത വിഷയങ്ങൾ ഈ ഒരു ആശയം തന്നെയാണ് ഇപ്പോൾ മൗലവിയുടെ സൂചിപ്പിച്ചത്. കെ എം മൗലവി ആയാലും ഒക്കെ മൗലവി ആയാലും MCC മൗലവി ആയാലും ഇനി അവസാനം പറഞ്ഞ അബ്ദുൽ ഖാദർ മൗലവി ഇവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോക വിജയം നൽകട്ടെ നമ്മൾക്കും. അപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ ബിൽക്കീസ് രാജ്ഞിയുടെ ആ വിഷയത്തിലൊക്കെ അബ്ദുൽ ഖാദർ മൗലവി തന്നെ പറയുന്നുണ്ട് ഈ വിഷയങ്ങളൊക്കെ അഭൗതികമല്ല എന്നുള്ള. അപ്പോൾ എൻ്റെ ചോദ്യം, ഇതൊക്കെ പറഞ്ഞിരുന്ന അനസ് മൗലവി 2013 എന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എടവണ്ണ ജാമ്യയിൽ വെച്ചിട്ട് അദ്ദേഹം പരസ്യമായിട്ട് ആയിരക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് അത്തൂബ് ഇലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുലേക്ക് ഞാൻ തൗബ ചെയ്ത് മടങ്ങുന്നു എന്ന് പറഞ്ഞാണ്ട് അദ്ദേഹം തൗബ ചെയ്ത് മടങ്ങി. അപ്പോൾ നിലവിൽ അതുവരെ വിശദീകരിക്കുന്നത് ഒരു വ്യക്തമായി ഇവിടെയുള്ള മൗലവി ഇപ്പോൾ വിശദീകരിച്ച ആ കായികയുടെ അടിസ്ഥാനത്തിലായിരുന്നു. അപ്പോൾ അദ്ദേഹം തൗബ ചെയ്ത് മടങ്ങിയത് ഒരു പുതിയ ഒരു ആദർശത്തിലേക്കായിരിക്കും. അത് ഏത് കായികയുടെ അടിസ്ഥാനത്തിലാണ്, ആ ആശയം എന്താണ് എന്നാണ് ഒന്നറിയേണ്ടത്. അതിനെ സംബന്ധിച്ച് തന്നെ അദ്ദേഹം ഇതുപോലെ വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത രീതിയിലൊക്കെ സംസാരിക്കുന്ന ഭാഗമായിട്ട് ആളുകൾ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹം പറഞ്ഞു മറുപടി വാദമല്ല എന്ന് അദ്ദേഹം ഒരു പുതിയ ക്യാപ്ഷൻ ഇട്ടു. എന്നാൽ അതങ്ങനെ പോയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ ഓപ്ഷനായിട്ട് പറഞ്ഞു പോയിക്കോട്ടെ. ഇവിടെ അടുത്ത് ജിദ്ദയിൽ അദ്ദേഹം വന്നുകൊണ്ട് ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹി സ്വലാമിനെ അതിന് കൂട്ടുപിടിച്ചു. ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹി സ്വലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിക്മത്തോട് കൂടി വിശദീകരിച്ചു കൊടുക്കുന്ന ആ ഭാഗം എടുത്തുകൊണ്ട്, സൂര്യനും ചന്ദ്രൻ അസ്തമിക്കുന്ന ആ ഭാഗം എടുത്തുകൊണ്ട് അത് അദ്ദേഹവും ചെയ്തിട്ടുണ്ട്, അതുപോലെയുള്ള ഒരു ഇതാണ് ഞാനും ചെയ്തിട്ടുള്ളൂ, വാദം അല്ല എൻ്റെ മറുപടി വാദമല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഇതൊരു പ്രബോധകന് ചേർന്നതാണോ? പ്രഭാഷണ രംഗത്ത് സജീവമായി നിലനിൽക്കുന്ന ആളുകളൊക്കെ ഇതുപോലെ വാദം വേറെ, ആ സദസ്സിനെ എന്തെങ്കിലും കഴിച്ചിലായി പോകാൻ വേണ്ടിയിട്ട് മറുപടി അത് വേറെ, എന്നിട്ട് രണ്ടും കണക്ട് ചെയ്യരുത് എന്നൊക്കെ പറയുന്നത് അതൊരു ശരിയാണോ എന്നുള്ളത്. അതുപോലെ ഒന്ന് കൂടെ ഇതാക്കാനുള്ളത്, സ്വന്തം പാളയത്തിൽ ഈ സുറൂറി ആശയക്കാരുണ്ട് എന്ന ഭയപ്പാടാണോ അദ്ദേഹം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ നേരെ ഈ സുറൂറി ചിന്താഗതിക്കാരാണ് അവർ എന്നുള്ള ആരോപണം? കാരണം മറ്റതൊക്കെ അങ്ങനെയാണല്ലോ, ജിന്നിൻ്റെ വിഷയത്തിലൊക്കെ ഇല്ലാത്തൊരു ആരോപണമാണല്ലോ ആരോപിക്കുന്നത്. അപ്പോൾ സ്വന്തം പാളയത്തിൽ ഈ ആശയക്കാരുണ്ടോ? എന്താണ് ഈ സുറൂരി ആശയം? ഇതാണ് അറിയാം. യഥാർത്ഥത്തിൽ നമുക്കൊക്കെ ഒരുപാട് പാഠങ്ങളുണ്ട് അത്തരം ആളുകളുടെ ജീവിതങ്ങളിൽ എന്നാണ് ഞങ്ങളൊക്കെ എപ്പോഴും മനസ്സിലാക്കാറുള്ളത്. വളരെ ശക്തമായി 2012 വരെ ഈ വിഷയങ്ങളിൽ ഏതൊരാൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിച്ച് പുസ്തകങ്ങൾ ഉയർത്തി കാണിച്ച് ധാരാളം വേദികളിൽ സംസാരിച്ചവരാണ് അവരൊക്കെ. ഞങ്ങളാരും അന്ന് സത്യം ഈ വക വിഷയത്തിലൊന്നും അന്ന് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഈ അന്നത്തെ മർക്കസ് ദഅവയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളോ നമുക്ക് അറിയില്ല. നമുക്കന്ന് സമസ്യയൊക്കെ വന്നുകൊണ്ട് ഈ വക ഉള്ളിലെ വിഷയങ്ങളൊന്നും അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് അതിൽ ശക്തമായി ഇടപെട്ട് സംസാരിച്ചവരാണ് അവരൊക്കെ. അന്നത്തെ പ്രസംഗം ഇപ്പോഴും കേട്ടാലും ഒരു സംശയം, ഇപ്പോൾ ഞാൻ ഇവിടെ പ്രസംഗിച്ചെന്നോ അതേ പ്രസംഗം അദ്ദേഹത്തിന് വേണമെങ്കിൽ നമുക്ക് കിട്ടും 2012 വരെ ഉള്ളത്. അപ്പോൾ അതിൽ പിന്നീട് സുപ്രഭാതത്തിൽ പെട്ടെന്ന് മാറി അദ്ദേഹത്തിൽ തന്നെ സമ്മതിക്കുന്നു, പരസ്യമായി ഞാൻ തൗബ ചെയ്യുന്നു പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. പിന്നെ മാറി ഉറപ്പാണല്ലോ. 2012 വരെ പറഞ്ഞതാണ് ഇപ്പോഴും കാര്യം പറഞ്ഞതെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ തൗബ ചെയ്യേണ്ട ആവശ്യമില്ല. തൗബ ചെയ്യുന്നു അത്തൂബിലല്ല എന്ന് പറഞ്ഞ് തൗബ ചെയ്ത് പരസ്യമായി പ്രഖ്യാപിച്ച് അത് യൂട്യൂബിൽ ലഭ്യമാണ്. അപ്പോൾ അങ്ങനെ തൗബ ചെയ്ത് മാറ്റിയൊരാശയം, അതിന് മാറ്റേണ്ടതില്ല. അതുവരെ പറഞ്ഞതാണ് ശരിയെന്നാണ് മുജാഹിദ് പ്രസ്ഥാനം 100 കൊല്ലം പഠിപ്പിച്ച ശരിയാണെങ്കിൽ അത് ശരിയാണ്, അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം 100 കൊല്ലം പഠിപ്പിച്ചൊന്നും ശരിയല്ലായിരുന്നു എന്ന് സമ്മതിക്കേണ്ടി വരും. ഒരാൾ തൗബ ചെയ്താൽ മാത്രം പ്രശ്നമല്ലാതെ പിന്നെ അദ്ദേഹം പുറത്തെങ്കിൽ പിന്നെ അത് തൗബ അല്ല എന്നൊക്കെ പിന്നെ പറഞ്ഞിട്ടുണ്ട്, തൗബ ഇതൊന്നുമല്ല എന്ന് പിന്നെ മാറ്റി പറഞ്ഞതും വേറെ കാണുന്നുണ്ട്. എന്തോ ഒരു തൗഫീഖിൻ്റെ കുറവ് എന്ന് വിചാരിക്കാമെന്നല്ലാതെ നമുക്കൊക്കെ സത്യം പറഞ്ഞാൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ വേണം. അദ്ദേഹത്തെ കുറ്റപ്പെടുത്തില്ല, നമ്മൾ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് എത്ര വലിയ പ്രഭാഷകനും എത്ര വലിയ ധീരമായി പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും എവിടെയെങ്കിലും ചില കാരണങ്ങൾ ഒരു പക്ഷേ ചില തൗഫീഖുകൾ നഷ്ടപ്പെടാൻ നിമിത്തമാകും എന്ന പാഠമാണ് നമ്മളൊക്കെ അതിൽ പഠിക്കേണ്ടത് എന്നാണ് ഞങ്ങൾക്കത് ഉൾക്കൊള്ളാറുള്ളത്. അല്ലാതെ ഒരിക്കലും ഉണ്ടാവില്ല. പടച്ചറപ്പിൻ്റെ വഴിയിൽ നിൽക്കുമ്പോഴും പല കാര്യങ്ങളും ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകാം. ഇഖ്ലാസ് പോയാൽ ഹിദായത്ത് നഷ്ടപ്പെടും, പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അവിടെ തൗഫീഖ് നഷ്ടപ്പെടും. അങ്ങനെ പല കാരണങ്ങളിൽ തൗഫീഖ് നഷ്ടപ്പെടാറുണ്ട്. നമ്മളൊക്കെ അതിൽ കൂടുതൽ ആശങ്കപ്പെടണം എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. പിന്നെ മറുപടി വാദമല്ല എന്നുള്ളത് അദ്ദേഹം കൊണ്ടുവന്നൊരു പുതിയൊരു ബേസാണ്. അത് ഇസ്ലാമിൽ ഒരു അസ്ത്രമൊന്നുമല്ല. ഒരു അഹ്ലുസുന്നപ്പെട്ട ആളെ സംബന്ധിച്ച് എവിടെ പോയാലും ഓരോ വാദമാണ് പറയാം. മറുപടി പറയുമ്പോൾ വാദമെന്ന് പറയാം, അല്ലാത്തത് വാദമെന്ന് പറയുന്നുണ്ടാവില്ല. എന്നാൽ മറുപടികൾ ചില പ്രയോഗങ്ങൾ പ്രയോഗിക്കുക, അത് വാദവുമായിട്ട് ഉണ്ടാവില്ല. എതിരാളിയെ ചിന്തിപ്പിക്കാൻ പറ്റാവുന്ന ചില പദപ്രയോഗങ്ങൾക്ക് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അവിടെ തൻ്റെ വാദമായോ അല്ലാതെയോ അവതരിപ്പിച്ചതല്ലത്. ഇതെൻ്റെ റബ്ബാണ് എന്ന് ഇബ്രാഹിം നബി ഒരിക്കലും പോലും അത് വിശ്വസിച്ചിട്ടില്ല, വാദമായും അല്ലാതെയും പറഞ്ഞിട്ടില്ല, മറുപടിയായി പറഞ്ഞതല്ല. അവരെ ചിന്തിപ്പിക്കാൻ വേണ്ടി അവരുടെ ഭാഷ എന്നുകൊണ്ട് അവർക്ക് ചില ചിന്തിപ്പിക്കകൾ നടത്താൻ മാത്രമാണ് അദ്ദേഹം അവിടെ ചെയ്തത്. അതായത് ഒരിക്കലും അങ്ങനെ പറഞ്ഞ് അത് വിശ്വസിച്ച് പോകുന്നതാണ് പിന്നെ അത് അങ്ങനെ അവിടങ്ങളെ പറ്റിച്ചാണ് എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരിക്കലും അതിൽ നമുക്ക് കിട്ടുകയും ഇല്ല. അപ്പോൾ അത് ആ നിലയ്ക്ക് നമ്മൾ തിരിച്ചറിയുക. പിന്നെ സുറൂയ്യത്ത് എന്നത് അത് ഇങ്ങനത്തെ ഈ ബഹളങ്ങൾ വിവാദങ്ങൾ ഉള്ളിലുണ്ടാകുമ്പോഴൊക്കെ കുറച്ച് കാലമായി പുറത്തു കൊണ്ടുവരുന്ന ഒരു സംഗതിയാണത്. അതിപ്പോൾ തുടങ്ങിയൊന്നുമല്ല.
2010 ഇതേപോലെ വലിയൊരു ഒച്ചപ്പാടുണ്ടായിരുന്നു. നമ്മളൊക്കെ വിളിച്ചുകൂട്ടി മൊത്തം താടിമാരെ വിളിച്ചുകൂട്ടിയിട്ട് അന്ന് പുളിക്കൽ പിന്നെ മദീനത്തുൽ മർഇ കോളേജിൽ നിന്ന് വലിയ കാര്യമായ അവതരിപ്പിച്ച് സൂര്യത്ത് വരുന്നുണ്ട് ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നതുപോലെ ഇങ്ങനെ ഇടയ്ക്ക് ഉള്ളിലൊക്കെ പ്രശ്നം നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ആയുധം മാത്രമാണ് നമ്മുടെ നാട്ടിൽ സൂര്യത്ത് എന്നുള്ളത്. അത് ലോക അടിസ്ഥാനത്തിലുണ്ട്. മൊത്തത്തിൽ നമ്മളൊക്കെ പേടിക്കേണ്ട കാര്യം തന്നെയാണ്. മൊത്തത്തിൽ സലഫി പ്രസ്ഥാനങ്ങൾക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് അവരൊക്കെ റൂട്ട് മാറ്റാനും അവരെ പിന്നെ ശരിയായ ഒരു ബേസിൽ നിന്ന് മാറ്റി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ പല രൂപത്തിൽ നടക്കുന്നുണ്ട്. അതിന് സ്വാധീനം വരാതിരിക്കാനും പെട്ടുപോകാതെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുമുണ്ട്. അദ്ദേഹം അതിൻ്റെ അടയാളമായി പറഞ്ഞെന്താണ്, നമ്മളിപ്പോൾ ജാമ്യം ഉണ്ടാക്കിയപ്പോൾ ജാമ്യത്തെ ഹിന്ദു പേരിട്ടു, അതേപോലെ സംഘടന വിസ്ഡം ഓർഗനൈസേഷൻ്റെ പേരിട്ടു, അവിടെ സലഫി ഉണ്ടായില്ല മുജാഹിദ് ഉണ്ടായതാണ്. മുജാഹിദ് സലഫി എന്നുള്ള പേരിട്ടെങ്കിലേ സലഫി ആവുന്നു, പേരിട്ടൊന്നും സലഫി ആവുന്നു ഒന്നുമില്ല. ആ പേരിടാൻ പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അപകടമാണ്. സലഫിന് പേരിടാൻ പാടില്ല, മുജാഹിദ് പേരിടാൻ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ അത് അപകടമാണെന്നല്ലാതെ എവിടെ എന്തുണ്ടാക്കിയാലും ആ പേര് ഇടാവുന്നുണ്ടോ? ഇല്ലല്ലോ. കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ അവിടെ സലഫിയൊന്നുമില്ല. അതിന് മുമ്പുണ്ടാക്കിയ കേരള ജമീഅത്തുൽ ഉലമയാണ്, അവിടെയും സലഫില്ല. പക്ഷേ സലഫിനുള്ള പേരിടാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ഫസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാ കാലത്തും. ഇനി ഇടപെട ജാമ്യം ഉണ്ടാക്കിയപ്പോൾ ജാമ്യം നദവിയാണ്. ഇനി മൂപ്പിൽ പോർക്കിയുള്ളതോ ബുസ്താൻ വിലുവുമാണ്, അവിടെ സലഫില്ലല്ലോ. പുളിക്കൈ കോളേജ് റൗത്തുൽ ഉലൂമാണ്, മദീനത്തുൽ ഉലൂമാണ്. ഫാറൂഖ് കോളേജ് റൗത്തുൽ ഉലൂമാണ്, അവിടെ ഒന്നും സലഫിണ്ടിട്ടില്ല. എന്നാൽ ജാമ്യ സലഫിയെ പുളിക്കുണ്ടായി, അവിടെ സലഫിണ്ട്. അപ്പോൾ സലഫി എന്നുള്ള പേരിന് അലർജി ഇല്ല, അത് ഉപയോഗിക്കാം. സലഫി മുസ്ലിം ധാരാളമായി ഉപയോഗിച്ചിട്ടുണ്ട്. എന്ത് പേരിട്ടാലും സലഫിണ്ടെങ്കിലേ ഓ സലഫി ആവുള്ളൂ എന്നില്ല. സലഫിന് പേരിട്ടുകൊണ്ട് മാത്രമാണ് സലഫി ആയിക്കോളുന്നില്ല, അത് രണ്ടും ശരിയല്ല. എന്നാൽ ആ പേര് ഉപയോഗിച്ചുകൂടെ സലഫിന് പറയേണ്ട, മുജാഹിദ് പറയേണ്ട, തൗഹീദ് പറയേണ്ട എന്നാണെങ്കിൽ അത് അപകടം. സലഫി മസ്ജിദ് പേരിട്ടു, അവിടെ തൗഹീദ് പറയാൻ പാടില്ല, ഖത്തീബിന് ഓർഡർ എടുത്താലോ പിന്നെ പേരുകൊണ്ട് വല്ല കാര്യമുണ്ടോ? പള്ളിയിലെ പേര് സലഫി മസ്ജിദാണ്, പക്ഷേ മൂപ്പർക്ക് പ്രത്യേക ഓർഡർ ഉണ്ട്, തൗഹീദൊന്നും പറയേണ്ട. പിന്നെ എന്ത് സലഫി മസ്ജിദാണ്? അപ്പോൾ പേരോട് മാത്രമായില്ല, ആ പേരിന് അലർജി ഉണ്ടെങ്കിൽ ഓക്കെ, അത് ഗൗരവമായി കാണാം. നമ്മൾ ഏത് സമ്മേളനം വെക്കുമ്പോഴും മുജാഹിദ് സമ്മേളനം എന്ന് നമ്മൾ മുജാഹിദ് ആർ എസ് സമ്മേളനം, സലഫി നഗർ ഇതെല്ലാം സ്വീകരിക്കുന്നത്. മറ്റു സ്വാഭാവികമായും ഏത് പേരും സ്വീകരിക്കാം. അത് പല കാരണങ്ങളാൽ പേര് സ്വീകരിക്കും. സ്ഥാപനത്തിലാവട്ടെ സംഘടനക്കാവട്ടെ പേരിടുമ്പോൾ പല ഘടകങ്ങൾ നോക്കിയാണ് പേരിടുക. അത് സ്വാഭാവികമായി ഇസ്ലാമിനെതിരല്ലാത്ത ഏത് പേരും സ്വീകരിക്കും. നമ്മളിട്ട് ജമീഅത്തുൽ ഹിക്മ എന്നാണ്. വിശുദ്ധ ഖുർആനിന്റെ 60-ാം ഭാഗമായി പറഞ്ഞപ്പോൾ അല്ലാഹ് പറഞ്ഞ പ്രയോഗമാണ് ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന. ഹിക്മത്ത്, ഹിക്മത്തിന് ഇംഗ്ലീഷ് പറയുകയാണ് വിസ്ഡം. ആയത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ നോക്കി ഖുർആൻ പരിഭാഷ അവിടെ വിസ്ഡം എന്നാണ് കാണും. അപ്പോൾ അറബി നമ്മൾ ജമീഅത്തുൽ ഹിക്മ അൽ ഇസ്ലാമിയ്യ എന്ന് ഉപയോഗിക്കും, ഇംഗ്ലീഷിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. അപ്പോൾ ആ പദം ഒരു തെറ്റായ പദമൊന്നുമില്ല, അത് വേറെ എവിടെയെങ്കിലും തൽക്കാലം നമുക്ക് ഇറക്കുമതി ചെയ്തിരുന്ന വാക്കുമല്ല. അത് യഥാർത്ഥത്തിൽ ദൈവത്തെ ശൈലിയായി പഠിപ്പിച്ചപ്പോഴുള്ള പദം തന്നെയാണ് ഹിക്മത്ത് എന്നുള്ളത്. ആ പേര് നമ്മൾ സ്വീകരിച്ചു, അത് സ്വീകരിക്കാൻ പാടില്ല എന്നുണ്ടോ? അവിടെ നമ്മൾ ഇസ്ലാമിയെ സ്വീകരിച്ചിട്ടുണ്ട്, ജീവ സലഫിയെ സ്വീകരിച്ചൂടെ? സ്വീകരിക്കാം, ഒരു പ്രശ്നമില്ല. അതൊന്നും നമുക്ക് ഇവിടെയും ഒരു വിരോധം ഉണ്ടായിട്ടൊന്നുമല്ല. അതൊക്കെ പിന്നെ സ്വാഭാവികമായും ഒരു പറഞ്ഞ് ഒപ്പിക്കാൻ വേണ്ടി ആർക്കെന്തും പറയാലോ. അതൊക്കെ ആ ഘട്ടത്തിൽ കണ്ടാൽ നമ്മുടെ ഇതൊക്കെ പാഠങ്ങൾ ഉൾക്കൊള്ളുക. നമ്മളൊരാളും ആ നിലയ്ക്ക് ആക്ഷേപിക്കാൻ വിട്ടുപെടുത്താൻ പോകേണ്ടതില്ല. ആര് പറഞ്ഞാലും അതിനുണ്ടാകുന്ന ചില ഗുണപാഠങ്ങൾ. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഞാൻ ഏറ്റവും അധികം പാഠം പഠിച്ചത് എൻ്റെ ശത്രുക്കളിൽ നിന്നാണെന്നാണ്. കാരണം എൻ്റെ അടുത്ത് എന്ത് തകരാറുണ്ടെങ്കിലും ഒരു ചൂണ്ടിക്കാണിക്കും, അപ്പോൾ എനിക്ക് തിരുത്താലോ. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇബ്നു തൈമിയ്യ പറഞ്ഞു, എൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം എൻ്റെ തെറ്റുകൾ അവർ ചെകഞ്ഞു നടക്കും, അവിടെ എനിക്ക് ചെറിയ അബദ്ധം പറ്റിയാൽ പോലും അവർ ചൂണ്ടിക്കാണിക്കും, അപ്പോൾ എനിക്ക് തിരുത്താൻ അവസരമാകും. അവിടെ ഞാൻ ഏറ്റവും അധികം പാഠം ഉൾക്കൊണ്ടത് ശത്രുക്കളിൽ നിന്നാകുന്നു എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞ അസുഖം കാണാൻ പറ്റും. നമ്മളും അതാണ് സ്വീകരിക്കേണ്ടത്. ആരെയിക്കോട്ടെ, നമുക്കെതിരെ ആര് പറഞ്ഞാലും ആ പറഞ്ഞത് കാര്യമുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളുകയും തിരുത്തുകയും ചെയ്യുക. കാര്യമില്ല, അവർ ഉദ്ദേശം പറയാണോ അവരായി അവരുടെ പാടായി നമുക്കത് പറ്റി അങ്ങോട്ട് ബാധിക്കുകയുമില്ല. ഇതാണ് നമ്മൾ സ്വീകരിക്കേണ്ടുന്നൊരു നിലപാട്. അല്ലാഹു അഅലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എനിക്ക് ചെറിയ ഒന്ന് രണ്ട് ചോദ്യമാണ്, ചെറുതാണ്. ഒന്ന്, ഇപ്പോൾ KNMും വിസ്ഡവും തമ്മിലുള്ള എന്താണ് വ്യത്യാസം എന്ന് ഒരാൾ ചോദിച്ചാൽ കൃത്യമായിട്ട് ചെറിയ രൂപത്തിലെങ്കിലും അവർക്ക് വിവരിച്ചു കൊടുക്കാൻ പലർക്കും അറിയുന്നില്ല എന്ന് പറയാം. അത് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്? ഇപ്പോൾ ഉസ്താദ് വളരെ കൃത്യമായിട്ട് തൗഹീദ് ഇവിടെ വിശദീകരിച്ചു, അതിൽ പിന്നെ എന്താണ് വ്യത്യാസം എന്നുള്ളതും വിശദീകരിച്ചു. അപ്പോൾ അതിൽ അതൊരു ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കേണ്ട രൂപം എന്താണെന്ന്. മറ്റൊന്ന്, പിന്നെ നമ്മുടെ മറ്റൊരു വിഭാഗമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ളത്, ഹദീസ് നിഷേധം കൊണ്ട് വല്ലാതെ പിന്നെ നടക്കുന്ന ആളുകൾ. അപ്പോൾ ഈ വിഷയത്തോടനുബന്ധിച്ച് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ എൻ്റെ അമ്മായിയുടെ വീട്ടിൽ പോയി. അവർ മർക്കസ് ദാവയുടെ ആൾക്കാരാണ്. അപ്പോൾ അവരോട് ഈ പിന്നെ സംസം വെള്ളത്തിന് പ്രത്യേകത ഇല്ല, അജുവക്കാരക്ക് പിന്നെ അതായത് 7 എണ്ണം കഴിച്ചാൽ പിന്നെ വിഷം തീണ്ടുകയില്ല എന്നുള്ള ഹദീസിനെ അവർ അതിനെക്കുറിച്ച് അത് പിന്നെ സഹിഹല്ല എന്നുള്ള നിലക്ക് സംസാരിക്കുന്നു. അതുപോലെ തന്നെ സിഹറിൻ്റെ വിഷയത്തിൽ പിന്നെ സിഹറിന് തഅ്സീർ ഉള്ള പിന്നെ ഇല്ല എന്നുള്ള വിഷയത്തിൽ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. ഇതൊന്നും അവരുടെ പിന്നെ ആളുകളിലേക്ക് അല്ലെങ്കിൽ അവരുടെ സാധാരണക്കാരായ ആളുകൾക്ക് ഒന്നും അറിയാത്തൊരവസ്ഥ. പണ്ഡിതന്മാരായ ആളുകൾ ഇപ്പോൾ പിന്നെ ഫൈസൽ മൗലവി പല പിന്നെ മുഖാമുഖങ്ങളും അതുപോലെ തന്നെ സംവാദങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അബ്ദുൽ മലിക് സലഫിയുടെ. പക്ഷേ ഇതൊക്കെ മുകളിലെ തട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. അത് താഴെ തട്ടിലേക്ക് എത്താത്തതുകൊണ്ട് ഈ പൊതുജനങ്ങളിലേക്ക് ഇതൊന്നും എത്താൻ എന്താണ് മാർഗം എന്നുകൂടി അറിഞ്ഞാൽ തിരക്കില്ല. ജസാക്കുമുല്ലാഹു ഖൈറൻ. രണ്ട് കാര്യമാണ്. ഒന്ന്, KNMും വിസ്ഡവും തമ്മിലുള്ള അടിസ്ഥാന അഭിപ്രായ വ്യത്യാസങ്ങൾ ചുരുക്കി എങ്ങനെ പറയാമെന്നാണ്. ഏറ്റവും ബേസ് തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മളും അവരും രണ്ട് നിലപാടുകാരാണ്. നമ്മൾ ഇത്രയും കാലം പറഞ്ഞു വന്ന അടിസ്ഥാന പ്രകാരം അഭൗതികമായ കഴിവ്, കാഴ്ച, കേൾവി, അറിവ് തുടങ്ങിയ എല്ലാം
അത് പടച്ചറബിന് മാത്രമേ ഉള്ളൂ, ഒരു പടപ്പിനുമില്ല, ജിന്നിനുമില്ല, മലക്കിനുമില്ല, മനുഷ്യർക്കുമില്ല, നബിക്കുമില്ല, വലിയനുമില്ല, ആർക്കുമില്ല. സമസ്തക്കാർ പറയുന്നു ഈ കഴിവുകൾ അല്ലാഹു ആർക്കും കൊടുക്കാം, അങ്ങനത്തെ അബോധിക കഴിവ് അല്ലാത്ത കഴിവ് വേർതിരിവേ ഇല്ല, ഏത് കഴിവും ആർക്കും അല്ലാഹു തആല കൊടുത്തേക്കാം എന്ന് സമസ്തക്കാർ പറയുന്നു. എന്നാൽ അബോധികമായ കഴിവ് അല്ലാഹു തആലക്ക് മാത്രം എന്ന് പറഞ്ഞ് മാറിയിട്ട് ജിന്നിന്റെ കഴിവ് അബോധികമാണ്, ജിന്നിന്റെ പ്രവർത്തനം അബോധികമാണ് എന്നിടത്തേക്ക് ഇപ്പോൾ കേന്ദ്രം എത്തിയിരിക്കുന്നു. ഇതാണ് അടിസ്ഥാനത്തിൽ ഒന്ന്. ഇത് എത്തുന്നതോടുകൂടി സ്വാഭാവികമായും പല വിഷയത്തിലും ഇതിന്റെ സ്വാധീനമുണ്ടാവും. ഈ അസ്ല് മാറുമ്പോൾ സ്വാഭാവികമായും ഹദീസ് നിഷേധങ്ങളുടെ അതിലേക്ക് കുറച്ച് ചായും. അതാണ് മർക്കസ് സാഹിബ് നേരത്തെ ചെയ്തത്. മർക്കസ് സാഹിബ് 2002 പറഞ്ഞു ജിന്ന അബോധികമാണ്, ജിന്ന കഴിവ് അബോധികമാണ്. ഇത് 2002 മർക്കസ് സാഹിബ് പറഞ്ഞു. ആ 2002 അവർ പറഞ്ഞ് ഇപ്പോൾ 23 കൊല്ലം കഴിയുമ്പോഴേക്ക് ധാരാളം ഹദീസ് നമുക്ക് സ്വീകരിക്കാൻ പറ്റാതായി മാറി. ഇതൊക്കെ കാരണം എന്താണ്? ഈ തെറ്റായ ബേസാണ്. ഈ ബേസ് സ്വീകരിച്ചാൽ സ്വാഭാവികമായും ജിന്നുകൾ ഇടപെടുമെന്ന ഹദീസ് നിഷേധിക്കേണ്ടി വരും. ജിന്നുകളുമായി നമ്മൾ ബന്ധപ്പെടാവുന്ന എന്തൊക്കെ ഹദീസുണ്ടോ ആ ഹദീസൊക്കെ നിഷേധിക്കേണ്ടി വരും. അപ്പോൾ സിഹർ നിഷേധിക്കേണ്ടി വരും, സ്വാഭാവികം ജിന്നു ബാധ നിഷേധിക്കേണ്ടി വരും. അപ്പോൾ നിഷേധിക്കണമെങ്കിൽ അതിന് ബേസ് ഉണ്ടാക്കണം. അപ്പോൾ സ്വാഭാവികം കൊണ്ടുവന്ന ബേസാണ് ഖുർആനെതിരായ ഹദീസുകൾ, ബുദ്ധിക്കെതിരായ ഹദീസുകൾ, തൗഹീദെതിരായ ഹദീസ് എന്നൊക്കെ അവർ പുതിയ വളയമുണ്ടാക്കി വെച്ചു. അപ്പോൾ സ്വാഭാവികം അടുത്ത ചോദ്യം, അങ്ങനെയാണെങ്കിൽ മറ്റു പല ഹദീസ് ഉണ്ടല്ലോ അതിങ്ങനെ സ്വീകരിക്കും, അപ്പോൾ അതും ശരിക്കേണ്ടി വരും. അതാണ് ഒരു 23 കൊല്ലം കൊണ്ട് അവർ ആയിരക്കണക്കിന് ഹദീസ് നിശ്ചയിക്കുന്നതിലേക്ക് എത്തി. ഇനി 10 കൊല്ലം കഴിയുമ്പോഴേക്ക് ഹദീസേ വേണ്ട എന്ന് പറയുന്നിടത്തേക്ക് അവർ എത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതേ വഴിയിലാണ് കേന്ദ്രം പോകുന്നത്. അവർ 2012 വരെ വ്യക്തമായി ശക്തമായി പ്രസംഗിച്ചിരുന്നു അബോധികമായ കഴിവ് അല്ലാഹു തആലക്ക് മാത്രമേ ഉള്ളൂ, മറ്റാർക്കുമില്ല. അത് മാറി അബോധികമായ കഴിവ് ജിന്നുകൾക്കുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയും ജിന്നുകളുടെ പ്രവർത്തനങ്ങൾ അബോധികമാണെന്ന് പറയുകയും ചെയ്യുന്നത് വഴി ഹദീസ് നിഷേധികളോടുള്ള അവരുടെ അകൽച്ച കുറഞ്ഞു. ആ അകൽച്ച കുറഞ്ഞതാണ് 2016 ഒരു ഐക്യത്തിലേക്ക് അവരെ എത്തിച്ചത്. ആ ഐക്യപ്പെട്ട് വന്നപ്പോൾ അവിടെ വന്ന ആളുകളൊക്കെ തങ്ങൾ ഹദീസ് നിഷേധം തിരുത്തി തങ്ങളുടെ നിലപാട് മാറ്റിയിട്ടല്ല വന്നു എന്ന് അവർ തന്നെ പരസ്യമായി സമ്മതിച്ച കാര്യമാണ്. ഞാൻ എല്ലാ ഹദീസ് നിഷേധവും ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ കേന്ദ്രമിന് ഏറ്റവും തലപ്പത്ത് ഹുസൈൻ മൗലവി അടക്കമുള്ള ആളുകൾക്ക് ഇപ്പോഴും ഇരിക്കാൻ പറ്റിയത് ഈ നിലപാട് മാറ്റമാണ്. അത് ഇനി കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ എന്താണ് മർക്കസ് സംഭവിച്ചത് അത് തന്നെ അതേ വഴിയിൽ തീർച്ചയായും വരും. അത് പല സ്ഥലത്തും മെല്ലെ മെല്ലെ ചില ഹദീസിനോട് പുച്ഛഭാവങ്ങൾ എന്നൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സൊഫിന്റെ വിഷയത്തിൽ, താടിയുടെ വിഷയത്തിൽ, ഇങ്ങനെ പല വിഷയത്തിലും ഒരു മുദ്ര സമീപനം അത്തരം ആളുകളിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഹദീസ് നിഷേധത്തിലേക്കുള്ള ആദ്യപടിയാണ് ഈ ബേസിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ. അതുകൊണ്ടാണ് ആ മാറ്റം കൊണ്ടുവന്നപ്പോൾ ശക്തമായി ഇടപെടുകയും അത് പറയാൻ പറ്റൂല എന്ന് വാദിക്കുകയും അതിനുവേണ്ടി ചർച്ചകളും ഖണ്ഡനങ്ങളും സംവാദങ്ങളും ഒക്കെ നടത്തുകയും ചെയ്തത്. ഈ ഒരു മാറ്റം അതിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അത് മറ്റൊരു കൂടി പോകുന്നതാണ് എന്നുകൂടെ. അതാണ് നമ്മൾ പിന്നെ കണ്ടത്. 4 കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് അവരുമായി ഐക്യപ്പെടാൻ ഒരു പ്രയാസമില്ലാതായി മാറി. ഇന്ന് KNMന്റെ ഔദ്യോഗിക സ്ഥാനത്തുള്ള പലരും ഖത്തീമാരായ ആളുകൾ പലരും ആ ഹദീസ് നിഷേധികളായ ആളുകളാണ്. അവരെ മെമ്പർമ കയറ്റാനോ അവരെ സ്ഥാനം നൽകാനോ സംസ്ഥാന കമ്മിറ്റി പോലും അവരെ കൊണ്ടുവരാനോ ഒരു പ്രയാസം അവർക്ക് ഉണ്ടായിട്ടില്ല. അത് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒന്നുകൂടി വ്യക്തമായ ഹദീസ് നിഷേധത്തിലേക്ക് അവർ എത്തും. അതാണ് ഇതിൻ്റെ ഏറ്റവും മർമ്മം. അപ്പോൾ അത് ബാക്കി എല്ലാത്തിലേക്കും വരും. മൻഹജിലേക്ക് വരും, അതേപോലെ തൗഹീദ് വിശദാംശങ്ങളിലേക്ക് വരും, ഹദീസ് നിഷേധത്തിലേക്ക് വരും. ഇവിടെയൊക്കെ സ്വാഭാവികമായും ഇതിൻ്റെ സ്വാധീനങ്ങൾ മെല്ലെ മെല്ലെ കടന്നു വരും. ഇതാണ് അതിൻ്റെ ബേസ്. ഹദീസ് നിഷേധം മർക്കസ് സാധാരണക്കാർക്ക് അറിയില്ല, ശരിയാണ്, അവർക്ക് അറിയില്ല. ഓല അങ്ങനെ വിശ്വസിച്ച് പോവാണ്. അവർ അവരുടെ പ്രസംഗം മാത്രമാണ് കേൾക്കുന്നത്. അപ്പോൾ അതിനുള്ള പരിഹാരം എന്താണ്? ആ വിഷയമായി നമ്മൾ നടത്തിയ ഒരുപാട് പ്രഭാഷണങ്ങളുണ്ട്, ഒരുപാട് ഖണ്ഡനങ്ങൾ. ഇപ്പോൾ പരപ്പനങ്ങാടി ഖണ്ഡന പരമ്പര 7 ഖണ്ഡനങ്ങൾ നമ്മൾ നടത്തി. അതിലെ ഓരോന്നും ഒരു വല്ലാത്ത റെഫറൻസുകളാണ്. ഞങ്ങളാരും പുറത്ത് പോയി പ്രസംഗിച്ചതല്ല. അതൊക്കെ ഒരുപാട് ദിവസങ്ങളെടുത്ത് ഒരുപാട് റെഫർ ചെയ്ത് ധാരാളം അതിൻ്റെ പേര് ഒരുപാട് ഫയൽ ഉണ്ടാക്കി നന്നായി ഒരുങ്ങിയിട്ടാണ് അവിടെ സംസാരിച്ച് ഞങ്ങൾ എല്ലാവരും സംസാരിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഒരു 500 പേജെങ്കിലും ഞങ്ങളൊക്കെ എഴുതി തയ്യാറാക്കി നമ്മൾ എടുത്തിട്ടുണ്ട് ആ ഖണ്ഡനങ്ങൾക്ക് വേണ്ടി. അത്രയും ഇരുന്ന് വർക്കൗട്ട് ചെയ്തിട്ടാണ് ആ പ്രോഗ്രാം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് വല്ലാത്ത റെഫറൻസാണ്, ശരിക്കും കേൾക്കണം. അതിപ്പോൾ സിഹർ വിഷയത്തിൽ നടത്തിയ വാദപ്രതിവാദം, ഡോക്ടർ അബ്ദുൽ മജീദ് മദനിയുമായി നടത്തിയ സംവാദം, അത് കേൾക്കലാണ്. ഒരു 5-6 മണിക്കൂർ ഉണ്ടെങ്കിലും ശരിക്കും സ്വസ്ഥമായി കേട്ടാൽ ഒരുപാട് ഈ വിഷയത്തിൽ നമുക്ക് വ്യക്തത കിട്ടും. ഞാൻ കഴിഞ്ഞ ആഴ്ച പരിചയപ്പെട്ടു മർക്കസ് ദഅവയുടെ സംസ്ഥാന കൗൺസിലറായിരുന്നു. ആ സിഹർ സംവാദം കേട്ടാലും മാറി എന്നാൽ വിസ്തമയെ കൂടെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നത് ഞാൻ കഴിഞ്ഞപ്പോൾ ഒരു 4 ദിവസം മുമ്പ് യാദൃശ്ചികമായി നമ്മൾ പരിചയപ്പെട്ടു. അതിനുശേഷം പലരും ഒരുപാട് ആളുകൾ അങ്ങനെ നമ്മൾക്ക് ബന്ധപ്പെട്ട് വന്ന ആളുകളുണ്ട്. പക്ഷേ അത് നല്ലൊരു റെഫറൻസാണ്. വെറുതെ ഒരു വാർഷിക നടത്തിയ പ്രോഗ്രാം അല്ലാതൊന്നും. ശരിക്കും സിഹർ സംവാദം 3 ദിവസമാണ് നടത്തിയത്. 31-ാം തീയതിയാണ് വെല്ലുവിളി 30-ാം തീയതി വെല്ലുവിളി എടുക്കുന്നത്, 2-ാം തീയതിയാണ് പരിപാടി നടക്കുന്നത്. ആകെ ആ 31, 1, 2 ഇതാണ് ആകെ കിട്ടിയ ഗ്യാപ്പ്. എന്നിട്ട് പോലും അത്ര ഭംഗി നടത്താൻ കാരണം നമ്മൾ ആ രംഗത്ത് സഹായിക്കാവുന്ന എല്ലാ താടിമാരെയും വിളിച്ചു കൂട്ടി അവർക്കെല്ലാം വിഷയങ്ങൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തു, വ്യത്യസ്തമായ കിതാബ് റെഫർ ചെയ്തു, അതെല്ലാം അവർക്ക് കൊണ്ടുവന്ന് ഫയലാക്കി വെച്ചു. അങ്ങനെ അതെല്ലാം വെച്ച് നമ്മൾ ആ പ്രോഗ്രാം നടത്തിയത്. അല്ല ഞാനൊരു അളവിക്കാൻ നടത്തിയൊന്നുമല്ല. ഇനി നമുക്ക് ആവശ്യമില്ല, എത്ര കാലം കഴിഞ്ഞാൽ ആട് സംഭവിക്കാണ്ടെങ്കിലും അവർക്ക് ഇനി ആ പണി ഒന്നും ആവശ്യമില്ല. അത് മുഴുവൻ നല്ല റെഫറൻസ് ഫയലായി നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ കഴിഞ്ഞ എല്ലാ മുഖാമുഖങ്ങളും ഏതൊക്കെ വിഷയത്തിൽ മുഖാമുഖം നടത്തിയോ അതിലൊക്കെ നല്ല ബൃഹത്തായ ഫയലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഹിക്കമി അൽഹംദുലില്ലാ ആ രംഗത്ത് വലിയ സേവനമാണ് ചെയ്യുന്നത്. ഇനി ഈ വിഷയങ്ങളിൽ 6 മുഖാമുഖം നടത്തുകയാണെങ്കിലും അവർക്ക് ഇത്രയേറെ വർക്ക് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ആ ഫയലെടുത്ത് അത് പഠിച്ചാൽ തന്നെ അവർക്ക് പോയിട്ട് ധൈര്യമായി ഈ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റും. ആ രൂപത്തിലേക്കുള്ള ഫയലുകൾ ഉണ്ട്. അത് പലപ്പോൾ നമ്മൾ ഡിജിറ്റലായി കൊണ്ടിട്ടുണ്ട്. ഇപ്പോൾ പേപ്പറാണ്, ഇത് മൊത്തം സ്കാൻ ചെയ്ത് വിഷയസംബന്ധമായി അങ്ങനത്തെ ഓർഡറാക്കി ആർക്ക് എവിടെ നിന്ന് വേണമെങ്കിലും അത് കിട്ടാവുന്ന രൂപത്തിലേക്കുള്ള സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം പ്രഭാഷണങ്ങൾ ആൾക്ക് എത്തിക്കുക എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു അടിസ്ഥാനം. കാരണം അവരെ സംബന്ധിച്ച് അറിയില്ല, സാധാരണ വിഷയങ്ങളൊന്നും അറിയില്ല. നിങ്ങൾ ഇവിടെയൊക്കെയുള്ള ശേഖരമാണ് ചോദിച്ചു നോക്കി, ഒരു വളരെ സിമ്പിളായിട്ട് അതിൻ്റെ ഗൗരവം പറയും. ഞാൻ ഇന്നലെ മക്കയിൽ ദാറുൽ ഹദീസിൽ പോയി. മക്കയിൽ 100 കൊല്ലം പഠിക്കുന്ന സ്ഥാപനമാണ് ദാറുൽ ഹദീസിൽ ഖൈരിയ. അതിൻ്റെ പിന്നെ റയീസിനെ പോയി കണ്ടു, സംസാരിച്ച നമ്മുടെ നാട്ടിലെ എല്ലാ അവസ്ഥയും സംസാരിച്ച കൂട്ടത്തിൽ ആളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുറച്ച് ഹദീസ് നിഷേധങ്ങളൊക്കെ ഇപ്പോൾ കടന്നു വരുന്നുണ്ട് എന്നപ്പോൾ അദ്ദേഹം ഭയങ്കര അത്ഭുതപ്പെട്ടുകൊണ്ട് വലിയ ഗൗരവമായ സുബ്ഹാനല്ലാഹ് പറഞ്ഞു. അപ്പോൾ ആരാണ് ആൾ നമ്മൾ സലഫികൾ പറഞ്ഞ ആളുകൾ തന്നെയും ചിലരൊക്കെ നിഷേധിക്കുന്നുണ്ട്. അവർ സലഫികൾ എങ്ങനെ ഹദീസ് നിഷേധിക്കുകയോ ഉള്ളിൻ്റെ സലഫിയാണ് എന്താ ഒരു വാദം എന്ന് വെച്ചു.
അപ്പോൾ നമ്മളിങ്ങനെ ഖബർ ശിക്ഷ നിഷേധിക്കുന്നു, മസീദ് ദജ്ജാൽ നിഷേധിക്കുന്നു, സിഹർ നിഷേധിക്കുന്നു, സംസം വെള്ളത്തിനെ പക്കൽ നിഷേധിക്കുന്നു. അത് സലഫികളല്ല, ഒരു സഹായത്തിന് ശരിയല്ല. അപ്പോൾ അവർക്ക് അത്ര ക്ലിയറാണ്. ഇവിടെ സമയം വേറെ ആലോചിക്കാൻ പോലില്ല. അതേ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നബി പറഞ്ഞ സംഗതി എങ്ങനെ ഇല്ലാന്ന് പറയാം. പിന്നെ ഒരു സലഫിയാകാന്ന് വെച്ചാൽ അപ്പോൾ അവർക്ക് അത്രയും ക്ലിയറാണ്. നമ്മൾ ബേസ് പഠിക്കാത്തതുകൊണ്ടും നമ്മളെ ഇൽമില്ലാത്തതുകൊണ്ടാണ് നമുക്കിതൊക്കെ വലിയൊരു കൈ തോന്നുന്നത്. അപ്പോൾ ആളുകൾക്ക് ഗൗരവം പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാനാണ് പ്രധാനം. അതിന് പറ്റാവുന്ന ധാരാളം പ്രോഗ്രാമുകൾ നമുക്കുണ്ട്, നല്ല ഘടനകളുണ്ട്, നല്ല മുഖാമുഖങ്ങളുണ്ട്. ഇപ്പോൾ കൊച്ചിയിൽ നടത്തിയ മുഖാമുഖമുണ്ട്. അന്ന് മലി സലഫിയും ഞാനുമാണ് ഇതിൽ പ്രധാനമായും ഉണ്ടായത്. അവിടെ ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു, ഞാൻ ഹദീസ് അംഗീകരിക്കാത്ത ആളാണ്, ഖുർആൻ മാത്രമാണ് ഞാൻ പ്രമാണമായി സ്വീകരിക്കുക, അതുകൊണ്ട് എനിക്ക് നിങ്ങൾ ഖുർആൻ വെച്ച് മറുപടി പറഞ്ഞു തരണം എന്ന് അദ്ദേഹം ആദ്യം ആമുഖം പറഞ്ഞു. അപ്പോൾ അബ്ദുൽ മലി സലഫി ചോദിച്ചു, ആയിക്കോട്ടെ കുഴപ്പമില്ല, നിങ്ങൾ ഏത് ഖുർആനാണ് അംഗീകരിക്കുക? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിപ്പോൾ തർക്കമില്ലല്ലോ, തർക്കമുണ്ട്. മത്സരം ഞങ്ങൾക്കുള്ള ഖുർആൻ ഹദീസ് പ്രകാരമുള്ള ഖുർആനാണ്. അപ്പോൾ അതല്ലാത്ത ഖുർആൻ എടുത്തുകൊണ്ട് ചോദിച്ചു. അല്ല, അതിൽ നമ്മൾ തർക്കമില്ല. തർക്കമുണ്ട്, കാരണം നബിക്ക് ആദ്യം ഇറങ്ങി ഇഖ്റ ബിസ്മിയാണ്, മുസാഫിൽ ആദ്യം കാണും ഫാത്തിഹയാണ്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ആദ്യം ഇറങ്ങി ഫാത്തിഹ നിങ്ങൾക്ക് ധരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇഖ്റ ബിസ്മി ആദ്യം ഇറങ്ങിയിട്ട് എങ്ങനെ പിന്നെ ഫാത്തിഹ ആദ്യമായി? ഞങ്ങൾക്ക് പ്രശ്നം ഞങ്ങൾ ഹദീസ് പറയാൻ അറിയാം, സ്വത്ത് ആദ്യം ഇതാണ്, പിന്നെ ഇതിനൊക്കെ ഹദീസ് നിങ്ങൾക്ക് കിട്ടിയതാണ്. അപ്പോൾ നിങ്ങൾ ഹദീസ് എടുക്കില്ലല്ലോ. അപ്പോൾ ഹദീസ് എടുക്കാത്ത ആൾക്ക് പിന്നെ ഈ ഖുർആൻ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഹദീസ് ഒന്നും സ്വീകരിക്കാതെ ഖുർആൻ ഉണ്ടെങ്കിൽ ആ ഖുർആൻ കൊണ്ടുവരും, അല്ലെങ്കിൽ ഈ ഖുർആൻ അംഗീകരിക്കുമെങ്കിൽ ഹദീസ് അംഗീകരിക്കും പറയണം. അപ്പോൾ സംഗതി സിമ്പിളാണ്. പിന്നെ മൂപ്പർക്ക് പറയേണ്ടി പോയി. അപ്പോൾ യഥാർത്ഥത്തിൽ ഹദീസ് എടുക്കാത്ത ഖുർആൻ കഴിയില്ല. അത് ഒറ്റ ഹദീസ് തള്ളിയാലും അത് അവിടെ നിൽക്കില്ല, പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് പുതിയ പുതിയ ചില അസ്ലുകൾ ഉണ്ടാക്കേണ്ടി വരും. അതാണ് മുർത്തസിയാക്കൾ ചെയ്തത്. മുർത്തസിയാക്കൾ ആദ്യമേ ഹദീസ് വേണ്ട പറഞ്ഞവരല്ല, അവർക്ക് പറ്റാത്ത ബുദ്ധിക്ക് യോജിക്കാത്ത ചിലതൊക്കെ ഇങ്ങനെ തള്ളാൻ തുടങ്ങി. അതങ്ങനെ തള്ളി 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 പോയി അവസാനം പിന്നെ മാത്രമേ അക്കിലൊക്കെ പറ്റുള്ളൂ എന്ന വാദത്തിലേക്ക് വരെ എത്തി. അങ്ങനെ ധാരാളം ഹദീസ് അവർ നിഷേധിച്ചു. അവസാനം ഹദീസുകൾ തമ്മിൽ വൈരുദ്ധ്യം കൊണ്ട് സ്ഥാപിക്കാൻ വേണ്ടി മാത്രം കിതാബ് എഴുതി. അത് അന്നത്തെ ഹദീസിന്റെ പണ്ഡിതന്മാർ മറുപടി എഴുതി. അതേ വഴിയാണ് ഇപ്പോൾ ഇവർ അറിഞ്ഞോ അറിയാതെയോ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ അപകടം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താതെ തന്നെയാണ് പ്രധാനം. ഇത്തരം പ്രോഗ്രാമുകൾ കേൾക്കാൻ അവരോടൊന്ന് പ്രേരിപ്പിക്കുക. ഒന്ന് ഏറ്റവും നല്ല റെഫറൻസാണ് പരപ്പരങ്ങാടി ഖണ്ഡനം. പ്രത്യേകിച്ച് പരപ്പരങ്ങാടി 1, 2, 3, 4, 5 ഖണ്ഡനങ്ങൾ വളരെ ബൃഹത്തായ വിഷയങ്ങൾ കൈകാര്യം. പിന്നെ മറുഭാഗത്തിൽ വെറുതെ ഒരു ന്യായം പറയാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ അത് നമ്മൾ കുട്ടാളിപ്പിച്ച് പോയത്. ആദ്യത്തെ 4-5 ഖണ്ഡനങ്ങൾ നന്നായി റെഫർ ചെയ്ത് നല്ല ഒരുങ്ങി തയ്യാറായി നടത്തിയ പ്രോഗ്രാമുകളാണ്. അത് എന്നും റെഫറൻസായി ഉപയോഗിക്കാൻ കഴിയും. അതിപ്പോൾ സിഹർ സംവാദം ആവശ്യം നല്ലൊരു റെഫറൻസാണ്. അതേപോലെ മുമ്പിറക്കിയ പുസ്തകങ്ങൾ, ഇപ്പോൾ അമാനി മൗലവിയുടെ നബിചര്യയും ഇസ്ലാമിക ക്ഷേത്രത്തിൻ്റെ സ്ഥാനവും പരപ്പരങ്ങാടി നമ്മൾ വെല്ലുവിളിച്ചല്ലോ. അവരിങ്ങോട്ട് വെല്ലുവിളിച്ചു, ഇതെടുക്കാൻ തയ്യാറുള്ള ചിലവ് വഹിക്കാമെന്ന് നമ്മൾ ഏറ്റെടുത്തു, പിന്നെ കണ്ടില്ല. അത് ഇന്നും നമുക്ക് ശരിക്കും നല്ല റെഫറൻസാണ്. ആർക്കും തർക്കമില്ല. നമ്മളെല്ലാ ഭിന്നിപ്പിനും മുമ്പ് ഇറക്കിയ ഗ്രന്ഥമാണ്. അതിപ്പോൾ ലഭ്യമാണ്. പുസ്തകവാസി വാഴിയുടെ പുസ്തകം അമാനി മൗലവി അറബിക്ക് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാണ്. നബിചര്യയും ഇസ്ലാമിക ക്ഷേത്രത്തിൻ്റെ സ്ഥാനവും. അത് ശരിക്കും വായിച്ചാൽ തന്നെ ഈ പറഞ്ഞ എല്ലാ സംശയവും അതിൽ തീരും. അങ്ങനെയൊക്കെയുള്ള റെഫറൻസിലേക്ക് നമ്മൾ എത്തിക്കലാണുള്ള പരിഹാരം. അല്ലാഹു അഅലം.